ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇത് വളരെ വ്യത്യസ്തമായൊരു വിഭവമാണ് മത്തങ്ങ ചമ്മന്തി. നമ്മൾ കടയിൽ നിന്നൊക്കെ മലക്കറി വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു പീസ് മത്തങ്ങ മിക്കപ്പോഴും കിട്ടാറുണ്ടല്ലേ. പക്ഷേ അതെന്ത് ചെയ്യും, കുറച്ച് ദിവസം കിടന്നിട്ട് അത് ചീത്തയായി പോവുകയല്ലേ ചെയ്യുന്നത്. ഇനി ഈ ഒരു വിഭവം നിങ്ങൾ ചെയ്തു നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞത് ഇതുപോലെ കുറച്ച് പുളി വെള്ളം എടുക്കണം. നമുക്ക് മത്തങ്ങയിൽ ഒഴിച്ച് വേവിച്ചെടുക്കുവാനായിട്ടുള്ളതാണ്. ഇതുപോലൊരു പാത്രത്തിൽ ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ എല്ലാം ഈ പാത്രത്തിൽ ഇട്ട ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതുപോലെ സ്റ്റവിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് വെന്താന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേവിച്ചെടുക്കണം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് ഇരുന്ന് തണുക്കട്ടെ. ഇതുപോലെ നമുക്ക് വേറൊരു ഡിഷിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. എല്ലാം ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. കുറച്ചിരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എത്ര അളവ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ വറ്റൽമുളക് എരിക്ക് ആവശ്യം അനുസരിച്ച് എടുക്കണം. പിന്നെ ഒരു കറിവേപ്പില, അതുപോലെ 3 ചെറിയ ഉള്ളി. ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് അതിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും, വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ കോരിയെടുത്ത ഈ ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കുറച്ച് വറുത്തെടുക്കണം. നമുക്ക് ഈ ചട്ടിയിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരുമിച്ച് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെയൊന്നും മൂപ്പിക്കേണ്ട, ചെറുതായിട്ട് ഈ വെള്ള കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്കിത് എടുക്കാം. കൂടുതൽ മൂക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കോരിയെടുക്കാം. ഈ പരുവം മതി. കണ്ടില്ലേ, കൂടുതൽ മൂത്തിട്ടില്ല, ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി. കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മളിപ്പോൾ വറുത്ത തേങ്ങ കുറച്ച് തണുത്തിട്ടുണ്ട്. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഇട്ട് കൊടുക്കണം. മുളകും തേങ്ങയും കൂടി ഒരുമിച്ച് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മത്തങ്ങയിൽ കുറച്ച് ഉപ്പുണ്ട്, പുളിയും ഉണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള വറ്റൽമുളക് ആദ്യമേ വറുത്തെടുക്കണം. ഒരുപക്ഷെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മത്തങ്ങ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. നല്ല ചൂടായ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളകും കൂടി മുറിച്ചിട്ടത്, നല്ലപോലെ മുറിച്ചിട്ടതും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതുകൂടി നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലപോലെ ഇളക്കി എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. വളരെ വ്യത്യസ്തമായൊരു ചമ്മന്തിയാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വ്യത്യസ്തമുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.